പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് നരകത്തിൽ പ്രവേശിക്കുന്നവരുടെ 10 അടയാളങ്ങളാണ്. ഈ 10 അടയാളങ്ങൾ നമ്മളെ ജീവിതത്തിലുണ്ടെങ്കിൽ ഉടനെ തന്നെ അതിൽ നിന്ന് നമ്മൾ മാറണം. കാരണം ഈ പരിശുദ്ധമായ റമദാനു ശരീഫിൽ കോടാനകോടി ആളുകൾക്ക് നരകമോചനം അള്ളാഹു നൽകുന്നുണ്ട്. ഈ പറയാൻ പോകുന്ന 10 അടയാളങ്ങളുള്ള ആളുകൾക്ക് ഒരിക്കലും നരകമോചനം ലഭിക്കുകയില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നാലോ നമ്മൾക്ക് നരകത്തിൽ നിന്ന് അള്ളാഹു മോചനം നൽകും. ഏതൊക്കെയാണ് ആ 10 കാര്യങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ, എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു 3 അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിൽ എഴുതി വിടണം. കാരണം ആരൊക്കെയാണ് അൽഹംദുലില്ലാ പറഞ്ഞത് എന്ന് ഉസ്താദിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമായ റമദാനു ശരീഫിൽ നമ്മൾ കൂടുതലായി അല്ലാഹുവിനോട് ചോദിക്കുന്നത് സ്വർഗ്ഗമാണ്, അതോടൊപ്പം തന്നെ നരകമോചനവുമാണ്. എന്നാൽ 10 അടയാളങ്ങൾ നമ്മളെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും നരകമോചനം ലഭിക്കൂല. ഈ പുണ്യമായ റമദാനു ശരീഫിൽ കോടാനകോടി ആളുകൾക്ക് അള്ളാഹു നരകമോചനം നൽകുന്നുണ്ടെങ്കിലും ഈ 10 സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും നരകമോചനം ലഭിക്കുകയില്ല. ഏതൊക്കെയാണ് ആ 10 സ്വഭാവമെന്ന് നമ്മൾക്ക് പഠിക്കാം. നമ്മളെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾക്ക് പിന്മാറാം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നരകത്തിൽ പ്രവേശിപ്പിക്കുന്നവരുടെ ഒന്നാമത്തെ അടയാളം മഹാന്മാര് പറയുന്നു അഹങ്കാരമാണ്, കിബിറാണ്. ഞാൻ മറ്റുള്ളവരെക്കാൾ വളരെ ഉഷാറാണ്, ഞാൻ മറ്റുള്ളവരെക്കാൾ നല്ലവനാണ് എന്നുള്ള ചിന്ത അഹങ്കാരത്തിന്റെ അടയാളമാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന ആള് സ്വർഗത്തിൽ പോവുകയില്ല. കാരണം മഹാനായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു അണുമണി തൂക്കം അഹങ്കാരം ഒരാളുടെ ഖൽബിലുണ്ടെങ്കിൽ, ഹൃദയത്തിലുണ്ടെങ്കിൽ ലാ യദ്ഖുലുൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. മാത്രമല്ല അഹങ്കരിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ കാവലുണ്ടാകൂല. അതാണ് മഹാന്മാര് പറഞ്ഞത്. പൊങ്ങാതിരുന്നാൽ പെരിയവൻ തണലുണ്ട്, പെയ്തിട്ട് കുന്നിൽ നിന്നൊലിക്കുന്നുണ്ട്. പൊങ്ങാതിരുന്നാൽ, അഹങ്കരിക്കാതിരുന്നാൽ അള്ളാന്റെ സഹായം നമ്മൾക്ക് ലഭിക്കും. നമ്മൾ അഹങ്കരിച്ചാൽ അള്ളാഹുവിന്റെ കാവലും പ്രൊട്ടക്ഷനും നമ്മൾക്ക് ലഭിക്കുകയില്ല. അപ്പൊ ഒന്നാമത്തെ അടയാളം അഹങ്കാരമാണ്. രണ്ടാമത്തെ അടയാളം അടിവരയിട്ട് മനസ്സിലാക്കിക്കോ, മദ്യപാനമാണ്, ലഹരി ഉപയോഗിക്കലാണ്. ഇന്നത്തെ അവസ്ഥ എന്താ? ചെറിയ കുട്ടികൾ വരെ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ലഹരി ഉപയോഗിക്കുകയാണ്, മദ്യപിക്കുകയാണ്. NDMA പോലത്തെ വലിയ വലിയ മാരകമായ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാക്കട്ടെ. അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞില്ലേ, നിങ്ങൾ മദ്യം ഉപയോഗിക്കാൻ പാടില്ല, അത് പിശാചിന്റെ സ്വഭാവമാണ്. ഒരാൾ മദ്യപിച്ചു കഴിഞ്ഞാൽ അവൻ എന്താ ചെയ്യാന്ന് അവനക്ക് പോലും അറിയില്ല. അവന്റെ ബുദ്ധി നീങ്ങിപ്പോവുകയാണ്, കുടുംബ ബന്ധം മുറിയും, എല്ലാവരും അവനെ വെറുക്കും, അവൻ കൊലപാതകങ്ങൾ നടത്തും, വ്യഭിചാരം നടത്തും. അതുകൊണ്ട് മദ്യപാനം നരകത്തിൽ പോകുന്നവന്റെ അടയാളമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മദ്യപിക്കരുത്. ഈ ഒരു പ്രസംഗം, ഈ ഒരു ക്ലാസ് നിങ്ങൾ കുടുംബക്കാർക്കൊക്കെ കേൾപ്പിച്ചു കൊടുക്കണം, നിങ്ങളെ മക്കൾക്ക് കേൾപ്പിച്ചു കൊടുക്കണം. അള്ളാഹു നമ്മളെ മക്കളെയും കുടുംബങ്ങളെയും ഭർത്താക്കന്മാരെയും ഒക്കെ നന്നാക്കി തരട്ടെ. അപ്പൊ മദ്യപാനം ഒരിക്കലും അള്ളാഹു പൊറുക്കുന്നില്ല. അപ്പൊ മദ്യപാനത്തിൽ നിന്ന് വിട്ടുനിന്നാൽ അവനക്ക് സ്വർഗത്തിലേക്ക് പോകാം. മൂന്നാമത്തെ കാര്യം പിശുക്കാൻ. അള്ളാഹു തന്ന സമ്പത്ത്, അള്ളാഹു തന്ന മുതല് പാവപ്പെട്ടവർക്ക് കൊടുക്കാതെ, സകാത്ത് കൊടുക്കാതെ, സ്വതക്ക കൊടുക്കാതെ പിടിച്ചു വെക്കുക. മഹാനായ നബി തങ്ങൾ കർശനമായി പറഞ്ഞു, നിങ്ങൾ പിശുക്കത്തരത്തിനെ സൂക്ഷിച്ചോ. പിശുക്കത്തരം നിങ്ങൾ സൂക്ഷിക്കണം, അത് നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകും. സ്വർഗത്തിന്റെ സുഗന്ധം പോലും അവനക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് പിശുക്കത്തരം ഒരിക്കലും കാണിക്കരുത്. നാലാമത്തെ കാര്യം നിസ്കാരമാണ്. നിസ്കാരം ഉപേക്ഷിച്ചവൻ നരകത്തിന്റെ അടിത്തട്ടിലാണ് എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. മാലിക് എന്ന മലക്ക് നരകവാസികളോട് ചോദിക്കുമത്രേ, മാ സലക്കകും ഫീ സഖർ, നിങ്ങൾ നരകത്തിൽ പ്രവേശിക്കാനുള്ള റീസൺ എന്താണ്?
നിങ്ങൾ നരകത്തിൽ കടക്കാനുള്ള കാരണം എന്താണെന്ന് നരകവാസികളോട് മാലിക് എന്ന മലക്ക് ചോദിക്കുമ്പോ ആ നരകവാസികൾ പറയുമത്രേ, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിച്ചില്ല. നമ്മൾ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തും, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. പക്ഷേ നിസ്കരിക്കാൻ മറക്കാൻ പാടില്ല. നിസ്കാരം മറന്നു കഴിഞ്ഞാൽ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കാത്തത് കൊണ്ടാണ് നരകത്തിൽ പ്രവേശിച്ചത് എന്ന് പറഞ്ഞതുപോലെ നമ്മളും നരകത്തിലേക്ക് പോകും. അതുകൊണ്ട് നിസ്കാരം ഒരിക്കലും ഉപേക്ഷിക്കരുതേ, നരകത്തിൽ പ്രവേശിക്കും, ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും. നരകത്തിൽ പ്രവേശിക്കുന്നവന്റെ അഞ്ചാമത്തെ അടയാളം അള്ളാഹുവിനെ നിഷേധിക്കുകയാണ്. അള്ളാഹു ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ലെന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പടച്ച റബ്ബിനെ നിഷേധിക്കുക. ഖുർആനിലെ എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ തെറ്റാണെന്ന് പറയാ. ഖുർആനിന്റെ ആയത്തുകളെ നിഷേധിക്കുക, ബാങ്കിനെ നിസാരമാക്കുക, അസ്മാഉൽ ഹുസ്നയെ നിസാരമാക്കുക, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ നിസാരമാക്കുക, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ നിസാരമാക്കുക. അങ്ങനെ അള്ളാഹുവിനെ നിഷേധിക്കുകയും അള്ളാഹുവിന്റെ ദീനിനെ നിസാരമാക്കുകയും ചെയ്താൽ, അള്ളാഹുവിന്റെ നിയമങ്ങളെ നിസാരമാക്കുകയും ചെയ്താൽ അത് നരകത്തിലേക്ക് പോകുന്നവന്റെ അടയാളമാണ്. എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് നമ്മൾ മാറേണ്ടതുണ്ട്. നരകത്തിൽ പോകുന്നവന്റെ ആറാമത്തെ അടയാളം പാവങ്ങളെ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. മുതലാളിമാരെ മാത്രം വിളിക്കുക, മുതലാളിമാരെ കാണുമ്പോൾ മാത്രം മൈൻഡ് ചെയ്യുക, മുതലാളിമാരെ ക്ഷണിക്കുക, അങ്ങനത്തെ ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. മുതലാളിയും തൊഴിലാളിയും അള്ളാഹുവിന്റെ അടിമകളാണ്. എല്ലാവരെയും നമ്മൾ പരിഗണിക്കണം. സമ്പത്ത് തന്നത് അള്ളാഹുവാണ്, സമ്പത്ത് നൽകാതിരുന്നതും അള്ളാഹുവാണ്. അതുകൊണ്ട് പാവപ്പെട്ടവരെ ക്രൂരമായി പീഡിപ്പിക്കുകയോ അതല്ലെങ്കിൽ പാവപ്പെട്ടവരെ മൈൻഡ് ചെയ്യാത്ത ഒരു സ്വഭാവം ആർക്കും ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നരകവാസികളുടെ അടയാളമാണെന്ന് കൃത്യമായി മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഏഴാമത്തെ കാര്യം ഗീബത്ത് പറയലാണ്, നമീമത്ത് പറയലാണ്, കുറ്റം പറയലാണ്. ഒരാൾ ഒരു സ്വകാര്യം പറഞ്ഞു തന്നാൽ അത് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി മറ്റുള്ളവരോട് പോയി പറയലാണ് നമീമത്ത്. അങ്ങനെയും പറയാൻ പാടില്ല. ഒരാളെ കുറ്റവും പറയണ്ട. നമ്മൾക്ക് നമ്മളുടെ കാര്യം തന്നെ എത്ര നോക്കാനുണ്ട്. പിന്നെന്തിനാ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത്, മറ്റുള്ളവരുടെ കുറ്റം നോക്കുന്നത്? അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, വലാ യഗ്തബ് ബഅ്ലുകും ബഅ്ലാ, നിങ്ങൾ പരസ്പരം കുറ്റം പറയരുതേ, പരസ്പരം ചൂഴ്ന്ന് അന്വേഷിക്കരുതേ. കുറ്റം കണ്ടെത്തുക, ഇങ്ങനെ കണ്ടെത്തുക, പിന്നാലെ നടന്ന് ഒരാളെ കുറ്റം കണ്ടെത്തുക, അതൊരിക്കലും അള്ളാഹു പൊറുക്കൂല. അത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. അത് നരകവാസികളുടെ സ്വഭാവമാണെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എട്ടാമത്തെ കാര്യം അനീതിയാണ്. നീതിയോടെ പെരുമാറണം ഭരണാധികാരികള്. അതുപോലെ തന്നെ ഉപ്പ മക്കളുടെ ഇടയിൽ നീതിയോടെ പെരുമാറണം, ഉമ്മ മക്കളുടെ ഇടയിൽ നീതിയോടെ പെരുമാറണം. 3 മക്കളുണ്ടെങ്കിൽ 5 മക്കളുണ്ടെങ്കിൽ 10 മക്കളുണ്ടെങ്കിൽ 10 മക്കളോടും ഒരേ രൂപത്തിലേ പെരുമാറാൻ പറ്റൂ. 10 മക്കൾക്കും ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് സ്വത്ത് ഓഹരി വെച്ച് കൊടുക്കാൻ പറ്റൂ. അല്ലാതെ മക്കളുടെ ഇടയിൽ അനീതി കാണിക്കാൻ പാടില്ല. അങ്ങനെ അനീതി കാണിച്ചു കഴിഞ്ഞാൽ അവൻ നരകത്തിലാണ്. അത് നരകത്തിൽ പോകുന്നവന്റെ അടയാളമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ തന്നെയാണ് ഭരണാധികാരികള്, രാജ്യം ഭരിക്കുന്നവര്, സംസ്ഥാനം ഭരിക്കുന്നവര്, മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ആളുകള്, അതുപോലെ പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകള്, പള്ളി ഭരിക്കുന്ന ആളുകള്, മദ്രസ ഭരിക്കുന്ന ആളുകള്, മഹല്ല് ഭരിക്കുന്ന ആളുകളൊന്നും അനീതി കാണിക്കാൻ പാടില്ല. ചിലർക്ക് ചിലരേക്കാൾ സ്ഥാനം കൊടുക്കാൻ പാടില്ല. അങ്ങനെ അനീതി കാണിച്ചു കഴിഞ്ഞാൽ നീ നരകത്തിലാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. 9ാമത്തെ കാര്യം ശരിക്ക് ശ്രദ്ധിച്ചോ, സത്യസന്ധത ഇല്ലാത്തതാണ്. വഞ്ചന നടത്തുക, കച്ചവടത്തിൽ വഞ്ചന നടത്തുക, ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുക, ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കുക, മക്കള് മാതാപിതാക്കളെ വഞ്ചിക്കുക, കൂട്ടുകാരെ വഞ്ചിക്കുക. ഇങ്ങനെ സത്യസന്ധതയില്ലാത്ത സ്വഭാവം നരകത്തിൽ പോകുന്നവന്റെ സ്വഭാവമാണ്, നരകത്തിൽ പോകുന്നവന്റെ അടയാളമാണ്. അതുപോലെ എപ്പോഴും കളവ് പറയുക. കളവ് പറയൽ നന്നല്ല, അത് തിന്മയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. മഹാനായ നബി തങ്ങൾ പറഞ്ഞല്ലോ,
ഖുലിൽ ഹഖ വലൗ കാന മുർറാ, എത്ര കയ്പുണ്ടെങ്കിലും നീ സത്യം മാത്രമേ പറയാവൂ, ഒരിക്കലും കളവ് പറയാൻ പാടില്ല. മുഹമ്മദ് മുസ്തഫ. അതുപോലെ തന്നെ കരാർ ലംഘിക്കുക, ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കുക, അങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, മറ്റുള്ളവരെ വഞ്ചിക്കുക, ഇതൊക്കെ നരകത്തിൽ പോകുന്നവന്റെ അടയാളമാണ്. 10ാമത്തെ കാര്യം പരലോകത്തെ നിഷേധിക്കുക എന്നുള്ളതാണ്. സ്വർഗമുണ്ട് എന്ന് പറയുമ്പോൾ സ്വർഗല്ല എന്ന് പറയാ, നരകമുണ്ട് എന്ന് പറയുമ്പോൾ നരകല്ല എന്ന് പറയാ, മഹ്ശർ ഉണ്ട് എന്ന് പറയുമ്പോൾ മഹ്ശറെ നിഷേധിക്കുക, ഖബർ ജീവിതത്തിനെ നിഷേധിക്കുക, മലക്കുകളെ നിഷേധിക്കുക, അർശിന്റെ തണലെ നിഷേധിക്കുക, അതുപോലെ റബ്ബിന്റെ ചോദ്യം ചെയ്യലിനെ നിഷേധിക്കുക, മീസാൻ എന്ന് പറയുന്ന തുലാസിനെ നിഷേധിക്കുക. ഇങ്ങനെ പരലോകത്തെ നിഷേധിക്കുന്നവനെ കണ്ടാൽ നമ്മൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും അവൻ നരകത്തിലാണ്, അവന്റെ പോക്ക് നരകത്തിലേക്കാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ആരുടെയെങ്കിലും സ്വഭാവത്തിലോ ജീവിതത്തിലോ ഉണ്ടെങ്കിൽ, ആരുടെയെങ്കിലും കുടുംബക്കാരിലുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും കൂട്ടുകാരിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് തിരിച്ചു വരിക, മറ്റുള്ളവരോട് തിരിച്ചു വരാൻ പറയുക, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സ്വർഗം നൽകണേ അല്ലാ, കാവല് നൽകണേ അല്ലാ. നരകത്തിലേക്ക് പോകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകല്ല റബ്ബേ. സ്വർഗാവകാശികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. നിന്റെ ഇഷ്ടദാസന്മാരിൽ സാധുക്കളായ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.